ഹായ് ഹലോ, ഇത് നമ്മുടെ അടുത്ത വീഡിയോ ആണ്. ബീട്രൂട്ട് അരിഞ്ഞ് ഉണക്കിയെടുക്കുന്നതാണ്. അതായത് നമ്മൾ ഈ ബീട്രൂട്ട് അരിഞ്ഞ് ഡ്രയർ മെഷീനിൽ വെച്ച് ഉണക്കി അത് പൗഡറാക്കി എടുക്കും. ജ്യൂസിനാണ് ഇത് പൗഡറാക്കി എടുക്കുന്നത്. അടുത്ത് നെല്ലിക്കയും ഇതുപോലെ അരിഞ്ഞ് ഉണക്കി മെഷീനിൽ നല്ല ഡ്രൈ ആയിട്ട് ഉണക്കിയെടുത്ത് നെല്ലിക്കയും ബീട്രൂട്ടും കൂടെ പൗഡറാക്കിയാണ്, ജ്യൂസ് പൗഡറാണത്. ഇത് കോക്കനട്ടാണ്. അപ്പോൾ കോക്കനട്ടും ഇത് ചിക്കനും കോക്കനട്ടും കൂടെ ഉണക്കി ഡ്രൈ ചെയ്ത് അത് ചിക്കൻ അട ഉണ്ടാക്കാനാണ്. അതായത് ചിക്കൻ ഡ്രൈ ചെയ്തെടുത്ത് കോക്കനട്ടും ഡ്രൈ ചെയ്തെടുത്ത് ഉണക്കിയെടുത്താൽ അത് എത്ര മാസം വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ 1 മാസത്തെ ക്വാണ്ടിറ്റിയാണ് ഇതിൽ കൊടുക്കുന്നത്. ഉണക്കിയെടുത്ത ചിക്കനാണ്, നല്ല ടേസ്റ്റാണ്. കോഴിയട ഉണ്ടാക്കാനാണ്. ചിക്കനും കോക്കനട്ടും ഇതിൽ സവാളയും ഇതുപോലെ മെഷീനിൽ ഡ്രൈ ചെയ്ത് അത് ഉണക്കി ഇതുപോലെ നല്ല എടുക്കുന്നതാണ്. നല്ല ഉണക്കിയെടുത്തതാണ്. അതായത് കോക്കനട്ടും ചിക്കനും കൂടെ എടുത്ത് മെഷീനിൽ ഉണക്കിയെടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇത് ചൂടായി തന്നെ ഇരിക്കുന്നതാണ്. എന്നാലും കുറച്ചുകൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനാണ് കാണിക്കുന്നത്. നല്ല ഉണങ്ങിയതാണ്. മസാലയൊക്കെ ഇതിൽ ആഡ് ചെയ്ത് ഇതിൽ സവാള ചേർക്കുന്നുണ്ട്. സവാളയും അരിഞ്ഞ് മെഷീനിൽ ഡ്രൈ ചെയ്തെടുക്കുന്നതാണ്. അതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള പ്രോഡക്റ്റാണ്, എരിവാണ്. ഇതാണ് സവാള ഉണക്കി എടുത്തതാണത്. മെഷീനിൽ സവാളയും ഉണക്കി ഇതുപോലെ ട്രൈ ചെയ്തു. സവാളയും ചിക്കനും കോക്കനട്ടും കൂടെ മിക്സ് ചെയ്ത് മസാല ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താണ് ചിക്കൻ അട ഉണ്ടാക്കുന്നത്. ചിക്കൻ അടയ്ക്ക് വേണ്ടിയാണ് ഈ ഫില്ലിംഗ് തയ്യാറാക്കി ഇരിക്കുന്നത്. ഒരുമിച്ച് മസാലയും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്താണ് എടുക്കുന്നത്. ഫില്ലിംഗ് എത്ര മാസം വേണമെങ്കിലും ഇത് ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് കേടുകൂടാതെ ഇരിക്കും. പക്ഷേ ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുന്നത് 1 മാസത്തെ ഡേറ്റാണ് കൊടുക്കുന്നത് ഇതിന്. ബീട്രൂട്ട് ഉണക്കിയെടുത്തതാണ്. ബീട്രൂട്ടും നെല്ലിക്കയും ഇത് രണ്ടും കൂടെ പൗഡറാക്കി ജ്യൂസാണ്. ഇത് ക്യാരറ്റും നെല്ലിക്കയും ബീട്രൂട്ടും